ഹലോ, ഞാൻ ഡോക്ടർ രശ്മി. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് DNA ബേസിക് ആയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അതിൻ്റെ അവിടെ നടക്കുന്ന കുറച്ച് എക്സ്പെരിമെൻസുകളൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DNA സ്ട്രക്ചറാണ്. നമുക്കറിയാം DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ചെയിനാണെന്ന് അറിയാം. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ DNA തുറന്നു നോക്കിയിട്ട് പോവാണ് ആദ്യം. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചറിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് തുറന്നു നോക്കുമ്പോൾ 2 പോളിന്യൂക്ലിയോടൈഡുകൾ കിട്ടും, ചെയിനുകൾ. അങ്ങനെയുള്ള ഒരു സിംഗിൾ ചെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് ന്യൂക്ലിയോടൈഡ് മോണോമേഴ്സ് കാണും. ഇനി ഈ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും അതിൻ്റെ അകത്ത് കാണുന്നത്? ഇതാണ് ശരിക്കും DNA ബേസിക് സ്ട്രക്ചർ. അതിൻ്റെ അകത്ത് കാണുന്നത് നൈട്രജൻ ബേസും പിന്നെ ഷുഗറും പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമാണ്. അപ്പം അതിൻ്റെ അകത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ലാത്ത നൈട്രജൻ ബേസും ഷുഗറും കൂടിയ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. അപ്പം നമുക്ക് DNA ഉള്ളിലോട്ടേക്ക് പോയാൽ കിട്ടുന്നത് ഇത്രയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സ്ട്രക്ചർ എടുത്ത് എങ്ങനെ ബേസിക് സ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്ത് എങ്ങനെ ഒരു DNA ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്? ഷുഗറും നൈട്രജനും കൂടി ചേർന്നൊരു സ്ട്രക്ചറാണ്. അപ്പം ഇതാണ് പെൻറ്റോ ഷുഗർ. അപ്പോൾ ഈ പെൻറ്റോ ഷുഗറിൻ്റെ 3ാമത്തെ 5ാമത്തെ എൻഡിലായിട്ട് എന്തുണ്ട്? OH ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് കാർബണിലായിട്ട് നൈട്രജൻ ബേസും അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. നൈട്രജൻ ബേസും പെൻറ്റോ ഷുഗറും കൂടി ചേർന്നത്. ഇനി അതിൻ്റെ കൂടെ 5ാമത്തെ കാർബണിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് നമ്മൾ വിളിക്കും? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. അപ്പം ഇത്രയും നമുക്ക് മനസ്സിലായില്ലേ? ഇതാണ് DNA ബേസിക് ആയുള്ള സ്ട്രക്ചേഴ്സ് ചോദിക്കുമ്പോൾ ഇത്രയാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിനടുത്ത് നോക്കുന്നത്. ഈ പെൻറ്റോ ഷുഗറും നൈട്രജൻ ബേസും കൂടി ആദ്യം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ജോയിൻ ചെയ്യുന്നത് N-ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറഞ്ഞ ബോണ്ടിങ് വഴിയാണ്. അതിൻ്റെ പേര് N-ഗ്ലൈക്കോസിഡിക്. നൈട്രജൻ ബേസിൻ്റെയും പിന്നെ ഷുഗറിന് N-ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അതുപോലെ തന്നെ ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേരുന്നുണ്ട്. അത് ചേരുന്നത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് വഴി. അപ്പം ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ഉള്ളിലുള്ള ബോണ്ടുകൾ ഈ 2 ബോണ്ടുകളാണ്. ഇനി എന്താണ്? 2 ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ അപ്പുറത്തും ബന്ധിപ്പിക്കണമല്ലോ. അപ്പം അവിടെയുള്ള ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബിറ്റ്വീൻ 2 ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. 2 ന്യൂക്ലിയോടൈഡുകളുടെ ഉള്ളിലുള്ളത് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ്റെ അകത്തുള്ള 2 ന്യൂക്ലിയോടൈഡുകളാണ് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ DNA 2 സ്ട്രാൻഡുകൾ ഈ ബേസിക് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് വരക്കാണ്. ഇതിപ്പം തല തിരിച്ചാണ് വരക്കുന്നത്, നേരെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്ന വിചാരിക്കുകയാണ്. ഷുഗറാണ് വരച്ചിരിക്കുന്നത്. ഷുഗറിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ എന്തുണ്ട്? നൈട്രജൻ ബേസ് ഉണ്ട്. അതേപോലെ 5th പൊസിഷനിലായിട്ട് എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട് 5th കാർബണിൽ. ഇനി നമ്മൾ വരക്കുന്നത് വെച്ചാൽ 2 സ്ട്രാൻഡുകളായിട്ടാണല്ലോ ഇത് വരക്കുന്നത്. ഇനിയിപ്പോൾ അപ്പുറത്തെ സ്ട്രാൻഡിലേക്കാണ് വരക്കുന്നത് കേട്ടോ. അപ്പുറത്തെ പോളിന്യൂക്ലിയോടൈഡിൻ്റെ ഒരു ന്യൂക്ലിയോടൈഡാണ് വരക്കുന്നത്. അതിൻ്റെ ബേസാണ് വരച്ചിരിക്കുന്നത്, നൈട്രജൻ ബേസ്. അപ്പം ഈ 2 പോളിന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ഈ നൈട്രജൻ ബേസാണ്. അത് മറക്കരുത്. അതേസമയം ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനിലുള്ള 2 ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്തായിരുന്നു? ഫോസ്ഫോഡയസ്റ്റർ. ഇനി അപ്പുറത്തെ സ്ട്രാൻഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് 2 നൈട്രജൻ ബേസുകൾ. അപ്പം
ഈ സ്ട്രക്ചർ വരക്കുമ്പം നമുക്ക് കാണാം ഈ അപ്പുറത്തെ പെൻഡോ ഷുഗറിന് തല തിരിഞ്ഞിട്ടാണ് ഇപ്പുറത്തെ പെൻഡോ ഷുഗർ ഉള്ളത്. തേർഡ് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ വരച്ചിരിക്കുമ്പോൾ ഇങ്ങനെ തല തിരിഞ്ഞിട്ടാണ് വരിക. അപ്പം അതിൻ്റെ ഫോസ്ഫേറ്റ് ഇപ്പുറത്തായിട്ട് വരും. അപ്പം നമുക്ക് വരക്കുമ്പോൾ മനസ്സിലാവും അത് ആൻറ്റി പാരലൽ ആയിട്ടാണ് പോകുന്നത്. ഒന്ന് നേരെ പോകുമ്പോൾ അത് ഇപ്പുറത്തെ സ്റ്റാൻഡിൽ അത് നേരെ തല തിരിഞ്ഞിട്ടാണ് പോകുന്നത്. അത് മനസ്സിലാക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് ഇനി ഒരു സ്റ്റാൻഡിൽ രണ്ടും ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കാർബണിൻ്റെ എണ്ണം ഇട്ട് നോക്കുമ്പം 1, 2, മൂന്നാമത്തേൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അടുത്ത ന്യൂക്ലിയോടൈഡിൻ്റെ ഫോസ്ഫേറ്റാണ്. അതിന് പിന്നെ മേലത്തത് 5ാമത്തേലാണ് ഉണ്ടാവുക. അപ്പം ആ ബോണ്ടിങ് എന്ന് പറയുന്നത് 3 കാർബണും മറ്റേതിൻ്റെ 5ാമത്തെയും. പക്ഷേങ്കിൽ അതിൻ്റെ ഫ്രീ എൻഡ് ആയിട്ടുള്ളത് ഏതാണ്? ആദ്യത്തതിൻ്റെ 5ാമത്തെ കാർബണാണ് ഫ്രീ എൻഡ് ആയിട്ടുള്ളത്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫ്രീ എൻഡ് 3 ആണ്. 3 കാർബണാണ് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു പോളിന്യൂക്ലിയോടൈഡിൻ്റെ ചെയിൻ നോക്കുമ്പം ഒരു സ്റ്റാൻഡ് എടുത്ത് നോക്കുമ്പം അതിൻ്റെ മേലത്തെ ഭാഗം 5 എൻഡ് ഫ്രീ ആയിട്ടും ഇപ്പുറത്ത് 3 എൻഡും. അതേപോലെ തന്നെ നമ്മൾ താഴത്തെ ഇപ്പുറത്ത് അതിൻ്റെ പെയറിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ ഫ്രീ ആയിട്ട് 5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീ ആയിട്ടുള്ളത് എന്താണ്? 3 ആയിരിക്കും. കണ്ടോ? 3 ആണ് ഫ്രീ ആയിട്ട് വരിക. അതേപോലെ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 5 ആണ്, 5 കാർബണാണ് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പം 5 കാർബൺ 3 കാർബൺ 3 കാർബൺ 5 കാർബൺ അങ്ങനെ ആൻറ്റി പാരലായിട്ടുള്ള 2 സ്റ്റാൻഡുകളായിട്ടാണ് DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ഈ 3 എൻഡ് 5 എൻഡ് എന്ന് പറയുന്നത്. ആ ഫ്രീ ആയിട്ടുള്ളത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ DNAൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇനി നമുക്ക് അതിൻ്റെ നൈട്രജൻ ബേസിനെ കുറിച്ചും കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്യൂറിനും പിരമിഡിനും ഉണ്ട്. അതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് അഡിനിൻ എപ്പോഴും തൈമിൻ്റെ കൂടെ ആയിരിക്കും പെയർ ചെയ്യുക. അതേപോലെ ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിൻ്റെ കൂടെ ആയിരിക്കും. അതുപോലെ അഡിനിൻ ഡബിൾ ബോണ്ടും ഗ്വാനിൻ ട്രിപ്പിൾ ബോണ്ടും ആയിരിക്കും. ഇനി നമ്മളൊരു എക്സാമ്പിളായിട്ട് ഒരു ജീൻ എടുക്കുകയാണെങ്കിൽ ATGC എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാൻഡ് വരിക എന്താണ്? TACGT എന്ന് വരും. അപ്പം നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ 2 സ്റ്റാൻഡിൻ്റെയും കൂടിയും റേഷ്യോ എൻ്റെയും ടീൻ്റെയും റേഷ്യോ എടുക്കും. അതേപോലെ ജീൻ്റെയും സീൻ്റെയും റേഷ്യോ എടുക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ആൻഡ് 1 ആയിരിക്കും. അപ്പം അതാണ് ഏത് റൂള് പറയുന്നത്? ചാർഗാഫ് റൂള് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് DNAൻ്റെ സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്നത് NCERT ടെക്സ്റ്റിൽ. അപ്പോൾ ഇത് വെച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അതിൻ്റെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും.